കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അഭിഭാഷകനാണ്, ഒരു സഹയാത്രികൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം കുറേ സത്യങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു. അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത് തന്നെ വിഷയം. ഒരു രണ്ടാം നിര നേതാക്കളെ വളരാൻ അനുവദിക്കാതെ കൃത്യമായി തൻ്റെ കീഴിൽ എല്ലാം വരണം, തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ആ ചിന്താഗതി തന്നെ വച്ചു പുലർത്തുകയായിരുന്നു ഈ ഒരു വിഷയത്തിലും ഇദ്ദേഹം ചെയ്തത്, പിണറായി വിജയൻ ചെയ്തത് എന്ന അഭിപ്രായമാണ് സെബാസ്റ്റ്യൻ പോൾ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. മാത്രമല്ല, PA മുഹമ്മദ് റിയാസ് എന്ന മരുമകനുണ്ട്. ഇയാളെ പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തിയാൽ KN ബാലഗോപാൽ സീനിയറാണ്. അതവിടെ ഒരു ചെറിയ പ്രതിസന്ധിക്ക് കാരണമാകും. അപ്പോൾ പിന്നെ ഞാനായിക്കഴിഞ്ഞാൽ പിന്നെ ആരും ചോദിക്കില്ലല്ലോ. ബാലഗോപാലും വേണ്ട, റിയാസും വേണ്ട, ആരും വേണ്ട. റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് വരെ താൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരാൻ, കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേര് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള പേര് പറഞ്ഞ് അയാളെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാം, മരുമകനെ പ്രതിപക്ഷ നേതാവാക്കാം എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്തയാണ് പിണറായി വിജയനെ മുമ്പോട്ട് നയിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം നിര നേതാക്കൾ എത്ര പേരെ ഒതുക്കി എന്നുള്ള കാര്യം ഒരു വേള പ്രേക്ഷകർക്കറിയാമായിരിക്കും. എൻ്റെ നാട്ടുകാരൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് K. സുരേഷ് കുറുപ്പ്, തിരുവനന്തപുരം സ്വദേശി മുൻ മന്ത്രി മുൻ സ്പീക്കർ M. വിജയകുമാർ, കോഴിക്കോട് A. പ്രദീപ് കുമാർ, അതുപോലെ നിരവധി രണ്ടാം നിര നേതാക്കളെ ഒതുക്കി കയ്യിൽ കൊടുത്തിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. പൊങ്ങി വരാൻ സ്വന്തം കാര്യം ഇങ്ങനെ വാഴ്ത്തുപാട്ടായി പാടുന്ന ആളുകളും അതുപോലെ മരുമകനും അവർ മതി. പിന്നെ MV ഗോവിന്ദൻ മാഷ്, അതിൻ്റെ ഒരു രീതിയാണ്. അപ്പം ഇതും ഒരു ഡീലാണ്. ഞാൻ പ്രതിപക്ഷ നേതാവാകുന്നു, എനിക്ക് ശേഷം മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ട് അയാളെ പ്രതിപക്ഷ നേതാവാക്കി മടക്കി കൊണ്ടുവരുന്നു. രണ്ടാം നിര നേതാക്കളെ ഇല്ലാതാക്കാൻ, അവർ വളർന്നു വരുന്നത് തടയാൻ, അവരെ രാഷ്ട്രീയമായി ഒതുക്കാൻ ഉള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഈ 80-82 വയസ്സായ മനുഷ്യൻ പ്രതിപക്ഷ നേതാവാകാൻ അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ആരോഗ്യത്തെ കുറ്റം പറയുകയില്ല. വയസ്സാകുമ്പോൾ എല്ലാവർക്കും രോഗങ്ങളൊക്കെ വരാം. പക്ഷേ അവനവന് ഒരു ശേഷി വേണ്ടേ, ധാർമ്മികമായ ഒരു ശേഷി വേണ്ടേ? ധാർമ്മികവും രാഷ്ട്രീയവും നൈതികവുമായ ഒരു ശേഷി ഇല്ലാത്തൊരു വ്യക്തി, യാതൊരു വിഷനുമില്ലാത്ത വ്യക്തി, ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു പദ്ധതിയെക്കുറിച്ചോ സർക്കാരിൻ്റെ ഭരണക്രമ നടപടികളെക്കുറിച്ചോ ഇദ്ദേഹത്തിനൊന്നും അറിയില്ല. സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ആരെങ്കിലുമൊക്കെ KM എബ്രഹാമൊക്കെ എഴുതി കൊടുക്കുന്നത് അതേപടി വായിക്കുകയും എഴുതി വിടുകയും, പ്രഭാവർമ്മയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി അങ്ങ് തട്ടിവിടുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM മനോജുമൊക്കെ എഴുതി കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇദ്ദേഹത്തിന് എന്തറിയാം? രണ്ടാം നിര നേതാക്കളെ ഒതുക്കണം, അതിനുവേണ്ടി ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വില കൽപ്പിക്കാതെയുള്ള പ്രവർത്തനമാണ് ഇത് എന്നാണ് ഇടതുപക്ഷ ചിന്തകൻ കൂടിയായിരുന്ന സെബാസ്റ്റ്യൻ പോൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വാസ്തവമായ കാര്യമാണ്, ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അവരുടെ പാർട്ടിയുടെ കാര്യം, അവരുടെ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെ ആര് തിരഞ്ഞെടുക്കും? പക്ഷേ ഓർക്കുക, പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, പ്രവർത്തകരാണ്. അവരൊക്കെ ഇത് കാണുന്നുണ്ട്, അവരൊക്കെ ഇത് അറിയുന്നുണ്ട്, അവർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ പലപ്പോഴും തളിപ്പറമ്പിലടക്കം അല്ലെങ്കിൽ പയ്യന്നൂരടക്കം ഉണ്ടായ ശക്തമായ തിരിച്ചടി, ആലപ്പുഴയിൽ ഉണ്ടായ ശക്തമായ തിരിച്ചടി, അമ്പലപ്പുഴയിൽ ഉണ്ടായ തിരിച്ചടി, ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. പക്ഷെ ഒന്നും പഠിക്കാതെ എല്ലാവരെയും ഒതുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് പിണറായി വിജയൻ്റെ തീരുമാനമെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. വരുന്നത് അനുഭവിച്ചല്ലേ മതിയാകും.